കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ പുനരധിവസിപ്പിക്കേണ്ടവരുടെ കണക്കെടുപ്പ് പൂർത്തിയായി. മേപ്പാടി പഞ്ചായത്തിലെ 8, 12 എന്നീ വാർഡുകളിൽ നിന്നായി 171 കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കണം. മീനാക്ഷിപ്പുഴയുടെ ഇരുവശങ്ങളിലും താമസിക്കുന്ന കുടുംബങ്ങളുടെ വിവരങ്ങളാണ് ശേഖരിച്ചത്. റിപ്പോർട്ടുടൻ സർക്കാരിന് കൈമാറും. ഫൈസൽ അസീസ് വിവരങ്ങൾ നൽകാനായി ചേരും. ഫൈസൽ, അപ്പോൾ ഈ 171 കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കണമെങ്കിൽ സമഗ്രമായ ഒരു പുനരധിവാസ പ്ലാൻ കൂടി സർക്കാർ തയ്യാറാക്കേണ്ടതുണ്ട്. അപ്പോൾ എന്താണ് ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? ജിൽസി, മേപ്പാടി പഞ്ചായത്തിലെ 8, 12 വാർഡുകളിലുള്ളതിൽ 171 കുടുംബങ്ങളാണ് അപകട ഭീഷണി നേരിടുന്നത് എന്നാണ് സർക്കാർ ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥർ സമർപ്പിച്ച കണക്കിൽ സൂചിപ്പിക്കുന്നത്. അതായത് റവന്യൂ ഉദ്യോഗസ്ഥർ, അതുപോലെ പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ, വാർഡ് അംഗങ്ങൾ എന്നിവർ സംയുക്തമായി ചേർന്നാണ് ഈ കണക്കെടുപ്പ് നടത്തിയത്. ഒപ്പം തന്നെ തഹസിൽദാറും അതുപോലെ വില്ലേജ് ഓഫീസറും ഈ സ്ഥലം സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പുനരധിവസിപ്പിക്കേണ്ടവരുടെ ലിസ്റ്റ് ഉടൻ തന്നെ സർക്കാരിന് കൈമാറും എന്നാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത്. 171 കുടുംബങ്ങളാണ് പുനരധിവാസ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. മാത്രമല്ല, ഇത് മീനാക്ഷി പുഴയുടെ സമീപം ഇരുവശങ്ങളിലുമുള്ളവരുടെ ഒരു കണക്കാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇവർ നേരിട്ടെത്തി കുടുംബങ്ങളെ സന്ദർശിച്ചാണ് ഈ കണക്കെടുപ്പ് പൂർത്തിയാക്കിയത്. ഈ റിപ്പോർട്ട് ഉടൻ തന്നെ സർക്കാരിന് കൈമാറും. ഇതിൽ പുനരധിവസിപ്പിക്കേണ്ട തുടർ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ടത് സർക്കാരാണ്. അത് തീരുമാനമെടുക്കേണ്ടത് സർക്കാർ ആണ്. ശരി, ഫൈസൽ അസീസാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും